നല്ല ഉറക്കത്തിനും ഭാര്യാഭർതൃബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ബെഡ്റൂം എങ്ങനെ നമ്മൾ സൂക്ഷിക്കണം. വാസ്തുപടി പ്രകാരം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും ബെഡ്റൂം എന്ന് പറയുന്നത് എപ്പോഴും നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു റൂമായിരിക്കണം. വാരി വലിച്ച് ഒരുപാട് വസ്തുക്കൾ ഇടുകയോ അതേപോലെ തന്നെ കത്രിക, നഖം വെട്ടുന്നത്, കൂർത്ത വസ്തുക്കൾ ഇവയൊന്നും ബെഡ്റൂമിൽ കാണുന്നത് പോലെ പ്ലേസ് ചെയ്യുകയോ ചെയ്യരുത്. അതുമാത്രവുമല്ല, ഒരു കട്ടിൽ, ഒരു സോഫ, അങ്ങനെ ഒന്നോ രണ്ടോ വസ്തുക്കളല്ലാണ്ട് ഓരോ മൂലയിലും ഓരോ കസേരയോ കട്ടിലിൽ ഒരുപാട് തുണികളോ അങ്ങനെയൊന്നും പാടില്ല. ലൈറ്റ് കളറിൽ ബെഡ്ഷീറ്റ്, വളരെ ലൈറ്റ് കളറായിട്ട് നമ്മൾ നമ്മുടെ ബെഡ്റൂം സൂക്ഷിക്കുന്നതാണ് ഭാര്യാഭർതൃബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. അതുമാത്രവുമല്ല, ഒരു വ്യക്തി നല്ല രീതിയിൽ ശാന്തമായി ടെൻഷനൊന്നുമില്ലാതെ മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ബെഡ്റൂം എന്ന് പറയുന്നത്. ഏതൊരുവനാണോ നല്ല ഉറക്കം കിട്ടുന്നത് അവന് മാത്രമേ ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളൂ. അതുമാത്രവുമല്ല, നല്ല രീതിയിൽ ഉറക്കമുള്ളൊരു വ്യക്തിക്ക് വളരെ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവായിരിക്കും. സോ നമ്മൾ നമ്മുടെ ബെഡ്റൂം എപ്പോഴും നല്ല പോസിറ്റിവിറ്റിയോടുകൂടി തന്നെ കാത്തു സൂക്ഷിക്കണം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫോട്ടോസ്, മക്കളൊപ്പമുള്ള, മാതാപിതാക്കളൊപ്പമുള്ള ഫോട്ടോസൊക്കെ നമുക്ക് സൂക്ഷിക്കാം എന്നതല്ലാതെ മറ്റ് പക്ഷി മൃഗാദികളുടെ ഫോട്ടോസൊന്നും അധികം സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ ക്രൂരത ജനിപ്പിക്കുന്ന ഫോട്ടോസും നമ്മൾ നമ്മുടെ ബെഡ്റൂമിൽ സൂക്ഷിക്കാൻ പാടില്ല. അതുമാത്രവുമല്ല, നല്ല ലൈറ്റ് കളർ ഷെയ്ഡ്സ് ഉള്ള ഫ്ലവേഴ്സ് നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ ഉപയോഗിക്കാവുന്നതാണ്, പ്ലാസ്റ്റിക് ആയിട്ടുള്ളത്. അതുമാത്രവുമല്ലാതെ ഒറിജിനൽ ഫ്ലവേഴ്സും സൂക്ഷിക്കാം. മണം പരത്തുന്ന പൂക്കളുണ്ടെങ്കിൽ അവയും സൂക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിന് നല്ല ഒരു പോസിറ്റിവിറ്റി തരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ബെഡ്റൂമിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ കാണുന്നത് പോലെ കണ്ണാടി പ്ലേസ് ചെയ്യുന്നതും അത്ര നല്ലതല്ല. അത് ഇന്നത്തെ കാലത്ത് മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഇനി നിങ്ങൾ കിടക്കുന്നത് ആ ഒരു കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു തുണി വല്ലതും ഇട്ട് മറച്ചു വെക്കണം എപ്പോഴും. കാരണം കണ്ണാടി എന്ന് പറയുന്നത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം കണ്ണാടിയിൽ എന്ത് പ്രതിഫലിച്ചാലും അത് ഇരട്ടിക്കും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, പണത്തിൻ്റെ കൂടെയും സ്വർണത്തിൻ്റെ കൂടെയും ഒക്കെ നമ്മൾ കണ്ണാടി വെക്കാറുണ്ട്. പക്ഷേ നമ്മൾ ബെഡ്റൂമിൽ അങ്ങനെ വെക്കുന്നത് അത് നമുക്ക് നെഗറ്റീവ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. സോ എപ്പോഴും ബെഡ്റൂം നല്ല പോസിറ്റിവിറ്റിയോടുകൂടി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത് ദാമ്പത്യ ബന്ധത്തിന് വളരെയധികം നല്ലതാണ്.